We are going to put Lionel Messi to bed. ഇംഗ്ലണ്ട് മുൻ താരം ജോ കോൾ സെമി ഫൈനലിന് മുന്നേ പറഞ്ഞു, അതായത് മെസ്സിയെ ഞങ്ങൾ ഉറക്കി കിടത്തുമെന്ന്. മത്സരം തുടക്കത്തിലൊന്ന് മുറുകിയപ്പോൾ കോളിൻ്റെ വാക്ക് തുഷേലിൻ്റെ കുട്ടികൾ പ്രാവർത്തികമാക്കുമോ എന്ന് ചിലരെങ്കിലും ആശ്ചര്യപ്പെട്ടു കാണും. പക്ഷേ മറ്റു പലർക്കും അക്കാര്യത്തിൽ കോളിനോട് യോജിപ്പുണ്ടാകില്ല. കാരണം അയാൾ പറഞ്ഞത് മെസ്സിയെ ഉറക്കുമെന്നാണ്. ആരെ? ലയണൽ മെസ്സിയെ. ഭീഷ്മപർവം എന്ന സിനിമയിലൊരു ഡയലോഗുണ്ട്, നീയൊന്നും കാണാത്ത നിനക്കൊന്നും അറിയാത്ത മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടായിയുടെ ശവമടക്കം കഴിഞ്ഞ് ഒറ്റപ്പോക്കായിരുന്നു കൊച്ചേരി തറവാട്ടിലേക്ക്. നേരം വെളുക്കുന്നതിന് മുമ്പ് പൈലിച്ചേട്ടായിയെ തീർത്ത കൊച്ചേരിയിലെ 2 പിള്ളേരുടെ തല കൊച്ചിക്കായലിൽ പൊന്തി. പണിയും കഴിഞ്ഞ് ചോരയിൽ കുളിച്ച് അപ്പൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന മൈക്കിളിനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടടാ മക്കളെ. ആ മൈക്കിളിനെ കണ്ടിരുന്നെങ്കിലേ നീയൊന്നും വായ തുറക്കില്ലായിരുന്നു. കോളിനോടും അതാ പറയാനുള്ളത്. ചോര ചിന്തിയ പഴയ എൽ ക്ലാസിക്കോ എന്ന് എടുത്തു നോക്കിയേക്ക്. ഇപ്പോഴും ലയണൽ മെസ്സിക്ക് പ്രായം അക്കത്തിലേ കൂടിയിട്ടുള്ളൂ. അയാളുടെ കാലും തലച്ചോറും ഇപ്പോഴും പ്രൈമിൽ തന്നെയാണ്. എതിരാളിയെ പഠിച്ച് കളിക്കുക, തന്ത്രങ്ങൾ ഒരുക്കുക എന്ന ബാലപാഠം തോമസ് തുഷേൽ മറന്നു എന്നതിലാണ് ആശ്ചര്യം. ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങൾ വിടാം. അർജന്റീന നോക്കൌട്ടിൽ കളിച്ച കേപ്പ് വെർദെ, ഈജിപ്ത്, സ്വിറ്റ്സർലൻഡ് എന്നിവർക്കെതിരായ മത്സരങ്ങളെങ്കിലും കുറഞ്ഞ പക്ഷമൊന്ന് കണ്ടിരുന്നെങ്കിൽ, ടാക്ടിക്സ് ഒരുക്കിയിരുന്നെങ്കിൽ ഉറപ്പായും ഇംഗ്ലണ്ടിനെ ജയിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഡേർട്ടി ഗെയിം എന്ന് തോന്നിച്ച ആദ്യ പകുതി. 19 ഫൗളുകളാണ് ആദ്യ 45 മിനിറ്റിൽ പിറന്നതെന്ന് ഓർക്കുക. എന്നാൽ രണ്ടാം പകുതിയിൽ കഥ മാറുകയാണ്. തുടക്കത്തിൽ പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന ഇംഗ്ലണ്ട് 55-ാം മിനിറ്റിൽ തന്നെ ലീഡ് എടുക്കുന്നുണ്ട്. അർജന്റീൻ പ്രതിരോധം കുറുകെ പിളർത്തിയൊരു മോർഗൻ റോജേഴ്സിൻ്റെ ഒന്നാം തരം ഒരു ലോ ക്രോസിൽ ആന്റണി ഗോർഡൻ്റെ പെർഫെക്റ്റ് ഫിനിഷ്. പക്ഷേ അപ്പോഴും അർജന്റീന കുലുങ്ങുന്നില്ല. അതും അതിനപ്പുറവും ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ സ്കലോണിയുടെ പിള്ളേർ കണ്ടിട്ടുണ്ടല്ലോ. പതിവില്ലാതെ ഇത്തവണ ആദ്യ ഗോൾ വഴങ്ങുമ്പോഴും അർജന്റീനയ്ക്ക് ഇഷ്ടം പോലെ സമയവും ബാക്കി കിടപ്പുണ്ടായിരുന്നു. അതിനു പുറമെ ഇംഗ്ലണ്ട് കാണിച്ച ടാക്റ്റിക്കൽ മണ്ടത്തരവും അർജന്റീനയ്ക്ക് ഗുണമായി. ഒറ്റ ഗോൾ ലീഡിൽ ബസ് പാർക്കിംഗ് ഡിഫൻസിലേക്കാണ് ഇംഗ്ലണ്ട് പോയത്. അത് അബദ്ധമാണെന്നും ഗോൾ നേടിയാലും അറ്റാക്ക് ചെയ്ത് മൊമെൻറ്റം നിലനിർത്തണമെന്നും ആദ്യ സെമിയിൽ സ്പെയിൻ ഫ്രാൻസിനെതിരെ വിജയകരമായി നടപ്പാക്കിയ ലളിതതന്ത്രമാണ്. പക്ഷേ ഇംഗ്ലണ്ട് കംപ്ലീറ്റ് ഡിഫൻസിലേക്ക് പോയപ്പോൾ ശേഷം കണ്ടത് അർജന്റീനയുടെ പീക്ക് ലെവൽ ഫുട്ബോളാണ്. ഡാൻബെൻ ഉൾപ്പെടെ 6 പേരെ വെച്ച് തുഷേൽ പ്രതിരോധ കോട്ട കെട്ടുമ്പോൾ ഡിഫൻഡറെ വരെ വലിച്ച് അറ്റാക്കിംഗ് മൂഡ് സെറ്റ് ചെയ്യുകയാണ് സ്കലോണി. പരദേശിനെ പിൻവലിച്ച് നിക്കോ ഗുൺസാലസിനെ ഇറക്കുന്നു. നിക്കോയാണ് കളിയിലേക്ക് വേഗത കൊണ്ടുവരുന്നത്. സിമിയോണിക്ക് പകരം ഡിപ്പോൾ കൂടി വന്നതോടെ നിരന്തരം കൗണ്ടർ നടത്താൻ ആരംഭിച്ചു. ഒടുക്കം ടാഗ്ലിയഫിക്കോയെ വലിച്ച് ലൗത്താരോ മാർട്ടിനസിനെ കൊണ്ടുവന്ന് സ്കലോണി തൻ്റെ ലക്ഷ്യം ഗോൾ മാത്രമാണെന്ന് വ്യക്തമാക്കി. ബസ് പാർക്കിങ്ങിന് കൃത്യമായ ബിൽഡപ്പും ലോങ് റേഞ്ചിലും മുതിർത്ത് അർജന്റീന ഇംഗ്ലീഷ് ഗോൾ മുഖം റെയ്ഡ് ചെയ്തുകൊണ്ടിരുന്നു. ഒടുക്കം 85-ാം മിനിറ്റിൽ പിക്ഫോർഡിൻ്റെ കണക്കുകൂട്ടിൽ തെറ്റിച്ച് എൻസോ ടീമിനെ ഒപ്പം എത്തിച്ചു. പതിവ് പോലെ മെസ്സിയുടെ അസിസ്റ്റ്, എൻസോയുടെ ഒരു ലോങ് റേഞ്ചർ. ഇഞ്ചുറി ടൈമിൻ്റെ തുടക്കത്തിൽ മാക്കലിസ്റ്ററുടെ ഒരു കാർപ്പറ്റ് പോസ്റ്റിലിടിച്ചാണ് പുറത്തു പോകുന്നത്. വിടാതെ ആക്രമിച്ചുകൊണ്ടിരുന്ന അർജന്റീന തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ വിധി നിർണയിച്ച ഗോളും കുറിച്ചു. ഇടങ്കാലിന് പകരം ഒരു വലങ്കാലൻ ക്രോസാണ് മെസ്സി നൽകുന്നത്. ഇംഗ്ലീഷ് പ്രതിരോധക്കാർക്ക് തൊടാൻ കിട്ടാതെ ലൗത്താരോയുടെ തലയ്ക്ക് മുകളിലെത്തിയപ്പോൾ മാത്രം ഒന്ന് താഴ്ന്നു പറന്ന പന്ത്. അതിൽ ലൗത്താരോയുടെ പെർഫെക്റ്റ് ഹെഡർ. ഇതെല്ലാം ക്ഷണനേരം കൊണ്ട് കഴിഞ്ഞു. ടാഗ്ലിയഫിക്കോയ്ക്ക് പകരമാണ് ലൗത്താരോ എത്തിയത് ഒന്നുകൂടി ഓർക്കണം. അതുതന്നെയായിരുന്നു വ്യത്യാസവും. ആയുധങ്ങളെല്ലാം പിന്നത്തേക്ക് വെച്ച് കംപ്ലീറ്റ് ഡിഫൻസിലേക്ക് കടന്നതാണ് തുഷേലിന് തിരിച്ചടിയായത്. ഡെക്ലാൻ റൈസ് അടക്കമുള്ളവരുടെ സബ്സ്റ്റിറ്റ്യൂഷനും വിനയായി. മറുവശത്ത് സർവായുധങ്ങളും ഇറക്കി യുദ്ധതന്ത്രമൊരുക്കിയതാണ് സ്കലോണിക്ക് തുണയായത്. ഏത് തന്ത്രമായാലും അതെല്ലാം നടപ്പിലാക്കാൻ അവർക്കവിടെയൊരു രാജാവുണ്ടായിരുന്നു. പേര് ലയണൽ ആന്ദ്രസ് മെസ്സി. ഇനിയൊരു സ്വപ്ന ഫൈനൽ. ഫുട്ബോളിൻ്റെ ഇപ്പോഴത്തെ അവകാശി, അടുത്ത അവകാശി എന്ന് ലോകം പറയുന്നൊരു 18-കാരനുമായി കോർക്കാനിറങ്ങും. യൂണിസെഫിൻ്റെ ഒരു ഫോട്ടോഷൂട്ടിനായി ഒരു കുഞ്ഞിനെ മെസ്സി കുളിപ്പിച്ച ചിത്രം പിൽക്കാലത്ത് ലോകശ്രദ്ധ നേടിയിരുന്നു. അന്ന് 5 മാസം മാത്രം പ്രായമുള്ളവൻ ഇന്ന് ലാറോജയുടെ പ്രതീക്ഷകളുമായി ആഡിനോട് ഏറ്റുമുട്ടാനിറങ്ങുകയാണ്. തൻ്റെ അച്ഛനേക്കാൾ പ്രായം ചെന്ന ലയണൽ മെസ്സിയെ നേരിടാനിറങ്ങുകയാണ്. നടക്കാതെ പോയ ആ ഫൈനലിസിമ ലോകകപ്പിൻ്റെ ഫൈനൽ തന്നെയായി മാറുന്നു. കാത്തിരിക്കാം ഡ്രീം ഫൈനലിനായി.